ഹലോ മൈ ഡിയർ ടിൻ ഫ്ലെയിംസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് തരാൻ പോകുന്നുണ്ട്. ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനായി വീഡിയോയുടെ അവസാനം വരെ കാണുക. കുറേ പേര് കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഇന്നർ വർക്ക് എന്നുള്ളത്. ഞാൻ കുറച്ചു കാലമായി മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അത് ഇന്നർ വർക്ക് പെടുമോ? വേറെ എന്തൊക്കെയോ ചെയ്യാറുണ്ട്. ഇതാണോ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ടും 11 ഒക്കെ കണ്ടിട്ടും കുറേ കാലമായി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ പെയിന് ഒരു കുറവുമില്ല. ടിൻ ഫ്ലെയിം സപ്പറേഷനിൽ ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ നിങ്ങൾ സത്യം പറയൂ, എത്ര നാളായി നിങ്ങൾ ഈ 11 നോക്കുന്നു? എത്ര മെഡിറ്റേഷനുകൾ നിങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു? എത്ര ടാരറ്റ് കാർഡുകൾ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞു? നിങ്ങളുടെ ഡിവൈൻ മാസ്കുകളുടെ എനർജി എന്താണെന്ന് എത്ര പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞു? എന്നിട്ട് നിങ്ങളുടെ ടിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ മാനസികാവസ്ഥയിലോ എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഇല്ല എന്നല്ലേ ഉത്തരം. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ ഈ ആത്മീയതയെ ഒരു വേദന സംഹാരി അല്ലെങ്കിൽ പെയിൻ കില്ലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കിപ്പോൾ പല്ലുവേദന വരാറുണ്ടല്ലോ എല്ലാവർക്കും. യഥാർത്ഥത്തിൽ പല്ലിൻ്റെ ഉള്ളിൽ അതിൻ്റെ റൂട്ട് വരെ ചീഞ്ഞളിഞ്ഞ് ഭയങ്കര ഗുരുതരാവസ്ഥയിലായിരിക്കും. പക്ഷെ നിങ്ങൾ അപ്പോഴും ഡോക്ടറെ കാണിക്കാനോ മരുന്നുകൾ ഉപയോഗിക്കാനോ ഒന്ന് റൂട്ട് കനാൽ ചെയ്യാനോ ശ്രമിക്കുകയില്ല. അതിനുവേണ്ടി ചിലവാകുന്ന പണത്തെ ഓർത്തും പലരും പിന്നോട്ടടിക്കാറുണ്ട്. എന്നാൽ എന്തായിരിക്കും ഈ പെയിൻ കില്ലർ ഇങ്ങനെ അമിതമായി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ അവസ്ഥ? നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്നതും വെറുതെ എന്തൊക്കെയോ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യുന്നു. ഉള്ളിലുള്ള പെയിനിന് എക്സ്റ്റേണലി ഒരു പെയിൻ കില്ലർ ഉപയോഗിച്ച് വേദനയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നത് പോലെ തന്നെ ആണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ആത്മീയമായിട്ടുള്ളൊരു ചന്ദനം പൂശുന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്, നിങ്ങളുടെ ഈ ഇന്നർ വർക്കുകൾ പരാജയപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നർ വർക്ക്? എൻ്റെ ഇന്നർ വർക്കിന് ഒരു റൂട്ടീൻ ഉണ്ട്. ഒരു ഡേയിൽ, ഒരാഴ്ചയിൽ, ഒരു മന്തിന് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഒരു പാറ്റേൺ ആയിട്ട് ലൈഫ് സ്റ്റൈലായിട്ട് ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാവരെയും പോലെ തന്നെ ഞാനും ആദ്യം വളരെയധികം പെയിനിലായിരുന്നു, ചേസിങ് എനർജിയിലായിരുന്നു, കുറേ മെഡിറ്റേഷനൊക്കെ ചെയ്തു. താൽക്കാലികമായിട്ട് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പെയിൻ പിന്നെയും ബാക്കി കിടന്നിരുന്നു. അങ്ങനെയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും യഥാർത്ഥത്തിലുള്ളൊരു മാറ്റം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. സോ ഇന്നർ വർക്കിന് അങ്ങനെ പ്രത്യേകിച്ച് സിലബസോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് സ്ട്രിക്റ്റ് ആയിട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാറ്റമുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ കടന്നു വന്ന വഴികൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിലയിൽ മാത്രമാണ്. അപ്പോൾ എന്നെ ഒരു നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്താൻ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നർ വർക്കിലൂടെ പറഞ്ഞു തരുന്നത്. കൂടാതെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് ഇല്ലാത്തത് എന്നൊക്കെ. സോ ഇന്നർ വർക്കിനെ കുറിച്ച് പലരും വിചാരിക്കുന്നത് അഫർമേഷൻസ് ഇങ്ങനെ വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ കുറേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറ്റുന്ന എന്തൊക്കെയോ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്നൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പഴയ ചുമരിൻ്റെ മുകളിൽ, വീടിൻ്റെ ചുമര് പഴയതാണ്, പിന്നെ ചോർന്നൊലിക്കുന്നുണ്ട്, നനഞ്ഞതാണ്, ചില സ്ഥലത്ത് ചിതൽ പിടിച്ചതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വീടിൻ്റെ മേലെ 1,00,000 രൂപയുടെ പെയിൻ്റ് അടിച്ചാലും എന്താകും? കുറച്ച് കഴിഞ്ഞാൽ അത് അടർന്നു പോകും അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറേ വൂണ്ടുകൾ ഉണ്ടാവും. ഈ ലൈഫ് ടൈമിലെയും പാസ്റ്റ് ലൈഫിലെയും ഒക്കെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന വൂണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒറ്റപ്പെടാനുള്ള പേടി, റിജക്ഷൻ ട്രോമ, ഈ ഒറ്റപ്പെടാനുള്ള പേടിയൊക്കെ മനുഷ്യനുണ്ടായ കാലഘട്ടം തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിത്തറ വൃത്തിയാക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രജപവും പ്രപഞ്ചം സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം ആത്മീയതയ്ക്ക് മുന്നേ നടക്കേണ്ടത് ഹീലിംഗ് ആണ്, പ്യൂരിഫിക്കേഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാതെ അതിൻ്റെ മേലെ എന്ത് മരുന്ന് വെച്ച് കെട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു മുറിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? മുറിഞ്ഞ പാടെ അല്ലെങ്കിൽ ഒന്ന് മുട്ടിൽ നിറച്ച് മണ്ണ് പുരണ്ട് വീണ് കിടക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളൊന്ന് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുകൂടി ചെയ്യാതെ അതിൻ്റെ മേലെ മരുന്ന് വെച്ച് കെട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ ഒരു കാര്യം എന്നുള്ളത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. DM എന്തുകൊണ്ട് അകലുന്നു? അത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? DM-ന്റെ പുറകെ പോയിട്ട് അവരെ തിരുത്താൻ നോക്കും, DM-ന്റെ എനർജി റീഡ് ചെയ്യാനൊക്കെ നോക്കൂ അല്ലേ?
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ചേസ് ചെയ്യുന്നു അത്രത്തോളം അദ്ദേഹം അകന്നു പോകും. കാരണം നിങ്ങൾ നൽകുന്ന സ്നേഹമല്ല, പകരം നിങ്ങളുടെ നീഡിനെസ് എന്ന എനർജി ആണെന്ന് ആരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ആരൊക്കെ ആ നീഡിനെസ് എന്ന എനർജി ഹീല് ചെയ്തിട്ടുണ്ട്? അത് ഹീല് ചെയ്യാതെ DM നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു തോന്നുന്നുണ്ടോ? ആ ഒരു എനർജി അവർക്ക് ഒരു ഭാരമായിട്ട് തോന്നും. നിങ്ങളുടെ സെക്ഷൽ എനർജി പോലും ചാനലൈസ് ചെയ്യാൻ അറിയാതെ വരുമ്പോൾ അത് അവർക്ക് കൂടുതൽ നെഗറ്റീവായിട്ടാണ് അനുഭവപ്പെടുന്നത്. സ്വയം സ്നേഹിക്കാത്ത ഒരാളെ പ്രപഞ്ചം എങ്ങനെയാണ് മറ്റൊരാളെ കൊണ്ട് സ്നേഹിപ്പിക്കുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അറിയാതെ വഞ്ചിക്കുകയാണെന്ന് പറയാം. സോ ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ടാണ് സോൾ ആൽക്കമി എന്ന ഒരു 21 ഡേയ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആത്മീയതയല്ല, സ്പിരിച്വൽ പ്രാക്ടീസുകളല്ല, മറിച്ച് സർജിക്കൽ ക്ലൻസിങ് ആണ്. അതായത് ആദ്യത്തെ 11 ദിവസം നമ്മൾ നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകളെ ചികഞ്ഞെടുക്കാൻ പഠിപ്പിക്കുകയും അതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രം ആണ് നമ്മളൊരു സോളിന്റെ പരിണാമഘട്ടത്തിലേക്ക്, സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള എവല്യൂഷനിലേക്ക് നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ആത്മീയ പൂർണ്ണത കൈവരിക്കാനാകുക. ചീഞ്ഞൊഴുകിയ അടിത്തറ മാറ്റി അവിടെ പ്രകാശത്തിന്റെ പുതിയ മാനിഫെസ്റ്റേഷൻ നമ്മൾ പഠിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പരാതികൾ ഇരിക്കാനാണ് നിങ്ങളുടെ ഒരു താല്പര്യമെങ്കിൽ ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്കുള്ളതല്ല. കാരണം ഒരു 2 വർഷമായിട്ട് ഇപ്പോഴും നിങ്ങൾ ഈ ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. DM എപ്പോൾ വരും? DMന്റെ അവേക്കനിങ് തുടങ്ങാനായോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രസന്റിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. അങ്ങനത്തെ വ്യക്തികൾക്ക് ഒട്ടും ചേരുന്നതല്ല ഈ വർക്ക്ഷോപ്പ്. ഈ ജേർണി സീരിയസ് ആയിട്ട് കാണുന്നവർ, ഡെഡിക്കേഷൻ ഉള്ളവർ, ട്രൂ ട്വിൻ ഫ്ലെയിംസ് ആയവർ മാത്രം ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക. 21 ഡേയ്സിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അല്പം വേദന സഹിച്ചാണെങ്കിലും തൻ്റെ പഴയ പതിപ്പിനെ മുറിച്ചു മാറ്റാൻ തയ്യാറുള്ളവർ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. നിങ്ങളുടെ ഉള്ളിലുള്ള ശിവശക്തി ഊർജങ്ങളെ ബാലൻസ് ചെയ്യാനും ഒരു മാഗ്നറ്റിക് ബീയിങ് ആയിട്ട് മാറാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ ഒരു 21 ഡേയ്സിന്റെ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, ആത്മാവിനെ ഉണർത്താൻ ധൈര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സോ ഈ ജേണിയെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രം ഈ ഒരു വർക്ക്ഷോപ്പ് ഞാൻ സമർപ്പിക്കുന്നു. ഇനി ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ കടന്നു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല. അത് ഞാൻ നൽകുന്ന ഉറപ്പല്ല, അതൊരു മുന്നറിയിപ്പാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ പോലും കാണാൻ ഭയപ്പെടുന്ന പല സത്യങ്ങളും നമ്മൾ പുറത്തെടുക്കാൻ പോവുകയാണ്. ഈ യാത്ര 2 ഘട്ടങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫേസ് 1 വരുന്നത് ദ സർജിക്കൽ ക്ലൻസിങ് ആണ്. ഡേ 1 to 11 നമ്മൾ ആത്മീയതയെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. പകരം ചെയ്യുന്നത് ഒരു സർജിക്കൽ ക്ലൻസിങ് ആണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ കടുത്ത വിഷാംശങ്ങളെ, പ്രത്യേകിച്ച് ഒറ്റപ്പെടാനുള്ള പേടിയും, അബാൻഡൻമെന്റ് ഇഷ്യൂസ്, മറ്റുള്ളവർ നിങ്ങളെ വേണ്ടെന്ന് വെക്കുമോ എന്നുള്ള പേടി, റിജക്ഷൻ വൂണ്ട്, ഇതൊക്കെ നമ്മൾ വേരോടെ പിഴുതെറിയും. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ഫാദർ വൂണ്ട്, മദർ വൂണ്ട് എന്നിവ ഹീൽ ചെയ്യും. DM നിങ്ങളെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വെച്ച് തിരിച്ചറിയും. നെക്സ്റ്റ് നമ്മൾ ഷാഡോ വർക്കിലേക്കും മിറർ വർക്കിലേക്കും കടക്കുന്നതായിരിക്കും. ഉള്ളിലുള്ള ദേഷ്യം, അസൂയ, ലൈംഗികമായ അടിച്ചമർത്തലുകൾ എന്നിവയെ നമ്മൾ പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റും. ഫേസ് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് വൃത്തിയാക്കപ്പെട്ട നിങ്ങളുടെ ഉള്ളിലേക്ക് പുതിയ ഊർജം നിറയ്ക്കലാണ്. നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ 24 ഹവറും ഉയർത്തി നിർത്താമെന്ന് നമ്മൾ പഠിക്കും. ചേസിങ് നിർത്തി ഒരു മാഗ്നറ്റിക് ഗോഡസ് ആയിട്ട് മാറുന്ന ഘട്ടമാണിത്. അടുത്തതായി ഉയർന്ന ഡയമെൻഷനുകളിലെ 5D, 6D, 7D സൃഷ്ടി രഹസ്യങ്ങളും ടെലിപ്പതിയിലൂടെ DMുമായിട്ട് എങ്ങനെ ശരിയായി സംസാരിക്കാമെന്നും നമ്മൾ പരിശീലിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ശിവശക്തി ഊർജങ്ങളെ ഇന്നർ മാരേജ് ലയിപ്പിക്കും. നിങ്ങൾ ഉള്ളിൽ പൂർണ്ണനാകുമ്പോൾ പുറത്തുള്ള പ്രപഞ്ചം നിങ്ങളെ തേടി വരാൻ നിർബന്ധിതമാകും. അതാണ് യഥാർത്ഥ യൂണിയൻ. അപ്പോൾ ഇതൊരു സാധാരണ കോഴ്സല്ല, നിങ്ങൾക്കായിട്ട് നിങ്ങൾ നൽകുന്ന അവസാനത്തെ അവസരമായിട്ട് കരുതുക. ഒന്നുകിൽ ഈ 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാം, അല്ലെങ്കിൽ പഴയ പോലെ പരാതികൾ പറഞ്ഞ് കാലം കഴിക്കാം. ഒരു കാര്യം ഓർക്കുക, ഈ ബാച്ചിലേക്കുള്ള സീറ്റുകൾ വളരെ കുറവാണ്. ഉള്ള ആളുകളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഇതിലേക്ക് എടുക്കുന്നില്ല. മാറ്റത്തിന് തയ്യാറായുള്ളവർ മാത്രം ചാനലിലിട്ട പോസ്റ്റിൽ കയറി നോക്കുക. കൂടുതൽ വിവരങ്ങൾ അതിലുണ്ട്.
സോ വീഡിയോ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്തതിന് താങ്ക് യു.